വിചാരിച്ചില്ല കേട്ടോ ഇവൻ ഇത്രയും പേരുകളൊക്കെ അവന് അറിയാൻ പറ്റുമെന്ന്. കാരണം അപ്പൊ ഞെട്ടിച്ചിരിക്കുകയാണ് എന്നെ. എടാ മോനെ നീ ലെവല് മാറി. എനിക്ക് എന്താ പറയണെന്ന് അറിയില്ല. ഇവന്മാർ ഇത് എങ്ങനെയത് മനസ്സിലാക്കണെന്നാണ്. എടാ നിന്റെ തലയിൽ ഇത്രയും കഴിവുണ്ടായിരുന്നു എനിക്ക്. അടുത്ത് നമ്മൾ പോകാൻ പോണത് നമ്മുടെ റോക്കി ബൈക്കാണ്. ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഉള്ളിൽ കയറാൻ വേണ്ടി പോവാണ്. ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇപ്പോൾ പറയാം കേട്ടോ. ജസ്റ്റ് പാസ്സാണ്. ജസ്റ്റ് കയറി തന്നൂട്ടാ. നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് നമുക്ക് പോകണം. നമുക്ക് നോക്കാം. ഹായ്, ഞാൻ എന്നുള്ളത് ഗുരുവായൂരാണ്. അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും ഞാൻ ഗുരുവായൂർ എവിടെയാണ് ഉള്ളതെന്ന്. കണ്ടാ, നമ്മുടെ ആനക്കോട്ടയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തിനാ വന്നിച്ചേക്കെന്ന് വെച്ചാൽ ഞാൻ കുറേ നാളായി ഒരു വ്ളോഗൊക്കെ ഒന്ന് ചെയ്തിട്ടാ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഒരാളെ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. ഇനി ഇതുണ്ട്, ഹായ് എടുത്തടാ. ഇതുണ്ട് എൻ്റെ അനിയനാണ് കേട്ടോ. ഈ അനിയനെ കൂട്ടിയിട്ട് ഞാൻ എന്തിനാ ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എന്നെ ശരിക്കും ഞെട്ടിച്ചുകൂട്ടാ. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവൻ ആനയുടെ കംപ്ലീറ്റ് പേര് വിവരങ്ങൾ ഫേസ് കണ്ടാൽ തന്നെ ഇവൻ പറയും. എനിക്കൊന്നും അങ്ങനെ കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഇപ്പം ഗുരുവായൂരിലെ കംപ്ലീറ്റ് ആനകളുടെ പേരൊക്കെ ഇവൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവനെയും കൊണ്ടൊരു വീഡിയോ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ഇവനെയും കൊണ്ട് വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ കംപ്ലീറ്റ് ആനകളുടെ പേര് അറിയോ? എല്ലാവരുടെയും അറിയാം. നീ എങ്ങനെയാ അപ്പൊ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് ഈ ആനകളുടെ ഒക്കെ? എനിക്ക് ആ മുഖം കണ്ടറിയും. മുഖം അറിയാൻ പറ്റും. നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആനയുടെ ചങ്ങല നോക്കിയിട്ട് പേരെന്താണെന്നൊക്കെ പറഞ്ഞ് കണ്ടുപിടിക്കണം കേട്ടോ. പക്ഷെ ഇത് ഇങ്ങനെ ഒരു ഭ്രാന്തുണ്ടെന്ന് എനിക്കറിയില്ല. എല്ലാവരും ചെറുപ്പകാലത്തോട്ട് ആനേനെ ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ആ രീതിയിലാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ ഈ അടുത്തല്ല ഇവന് കുറച്ചായിട്ട് ഇതുണ്ട് കേട്ടോ. ആനയുടെ പേരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഗുരുവായൂരല്ല, എല്ലാ ആനകളുടെ പേരും ഇവന് പ്രത്യേകമായിട്ടുണ്ട്. ഇവനെ പോലെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ ഇവനെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇവനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആനയുടെ ഓരോ ഡീറ്റെയിൽസ് നോക്കിക്കോളാം കേട്ടോ. ഇവിടെ എത്ര ആനയുണ്ടെന്ന് നമുക്കിപ്പോൾ കറക്റ്റായിട്ട് അറിയില്ല. ഇവൻ്റെ ഒരു ലിസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവൻ എന്തോട്ട് ആന ഗ്രൂപ്പിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റൊക്കെ ഇവന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ 38 ആനകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ലിസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്ര ആനയുണ്ട് അതിൽ ഓരോ ഡീറ്റെയിൽസ് ഓരോ പേരുകൾ ഇവൻ പറയും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വെച്ചിരിക്കുന്നത് ഇവനെ കൊണ്ടാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യിക്കുമ്പോൾ ഇത് നമ്മൾ വെറും ഡഫറി. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. കിടക്കല്ലേ ഉണ്ണി? ഓക്കെ ചേട്ടാ, നമുക്കിതാ ഇവിടെ തന്നെ തുടങ്ങാം. ഈ ആനന്റെ പേരാണ് ശ്രീധരൻ ആന. ശ്രീധരൻ അല്ലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് നടവഴി തന്നെ ഒരു ആന വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരാണ് ശ്രീധരൻ. ഇനി നമുക്ക് ബാക്കിയുള്ള ആനയിലേക്ക് കിടക്കാം കേട്ടോ. ശ്രീധരൻ എന്ന് പറയുന്ന ഒരു ആനയെ കണ്ടുകൂട്ടാ. ഇനി നമ്മൾ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് പോവാണ് കേട്ടോ. ഇപ്പന്മാരൊക്കെ എങ്ങനെ ആനയുടെ പേര് പറയണമെന്ന് അറിയില്ല കേട്ടോ. പഠിത്തത്തിൽ ഇത്തിരി മോശമാണെങ്കിലും നമ്മളെ പോലെ തന്നെയാണ്. ഒരു ആവറേജ് ആണ്, ഹൈ ലോയോ ഒന്നും അല്ല, ഒരു മീഡിയം ലെവലിൽ പോണ്. അപ്പം അതൊന്നും കുഴപ്പമില്ല. ഈ ആനയുടെ പേരൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. ഇത് നോക്കാം നമുക്ക്. ഇതേ അടുത്ത ആനകൾ ഇതേ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അതിൻ്റെ അടുത്തേക്കാണ് പോകാൻ വേണ്ടി പോകണേ. തുടങ്ങല്ലേ മോനെ? 2 ആനകൾ നിൽക്കുന്നുണ്ട്. ഒന്ന് രാധാകൃഷ്ണാനയും ഒന്ന് നന്ദനാനയും. നന്ദനാന പറയുമ്പോൾ ഏഷ്യയിൽ തന്നെ ഏറ്റവും ഭാരമുള്ള ആനയാണ്. രാധാകൃഷ്ണ ആന പറഞ്ഞാൽ ഈ പഴയ കാലത്ത് ഇവിടെ ഈ ഗുരുവായൂർ ആനക്കോട്ടൻ്റെ പേടി സ്വപ്നമായിരുന്ന ഒരു ആനയാണ്. ഇത്തിരി അറ്റാക്കുള്ള മൈൻഡുള്ള ഒരു ആനയാണ് ഒരു രാധാകൃഷ്ണ ആന. പ്രായതുകൊണ്ട് കോട്ടയ്ക്ക് വെളിയിൽ ഇറക്കുന്നില്ല, അതുകൊണ്ട് ഇവിടെ മാത്രം നിർത്തിയിരിക്കുന്നു. ഓഹോ, തീറ്റയുണ്ട്. എന്തുട്ടാ പേര്? നന്ദൻ. ഇത് നന്ദനാന. ഏറ്റവും എന്തുട്ടാ വെയിറ്റ് ഉള്ള ആനയാ? ഭാരമുള്ള ആന. ഇത് പഴയ കാലത്ത് ആനയെ ചട്ടം പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൂടാണ്. ഇപ്പോഴതൊന്നുമില്ല. പിന്നെ ഹൈക്കോടതി നിർത്തിയാലാക്കിയപ്പോൾ ഇപ്പോൾ അതൊന്നുമില്ല. ആനകൾ കൊണ്ടുവരുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പ്ലെയിനായിട്ട് കിടക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ആനേനെ ചട്ടം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാക്കിയ കൂടൊക്കെ കണ്ടുകൂട്ടാ. ഇപ്പോൾ ഇവിടെ ഒരു ആനേനെ ഇപ്പോൾ കൊണ്ടുവന്ന് ചട്ടം പഠിപ്പിക്കുന്ന സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ അതൊന്നും ഇപ്പോൾ നിലവിലിപ്പോൾ ഇവിടെ ചെയ്യുന്നില്ല. ഇനി നമ്മൾ അടുത്തുള്ള ആനയെ കാണാൻ വേണ്ടി പോകണം കേട്ടോ. എടാ
എനിക്ക് എന്താ പറയണെന്ന് അറിയില്ല. ഇപ്പൊ ഇത് എങ്ങനെയത് മനസ്സിലാക്കണെന്നാണ്. എടാ നിന്റെ തലയിൽ ഇത്രയും കഴിവുണ്ടായിരുന്നു എനിക്ക്. പിന്നെ ചെറുപ്പത്തിൽ ആനപ്പാപ്പാനാകണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയും ബഹളമൊക്കെ ആയിരുന്നു കേട്ടാ. അപ്പൊ നമ്മളത് അതായത് ആ സമയത്ത് ആ മൈൻഡിന്റെ ഒരു പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് കുറെയൊക്കെ പറഞ്ഞു നോക്കി. പക്ഷെ ആനപ്പാപ്പാനാകാനുള്ള ആഗ്രഹമില്ല. പക്ഷെ ആനകളിലേക്ക് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അവൻ കുറെ ആയി പറയണു ഗുരുവായൂർ പോയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യണം എന്ന് കേട്ടോ. അപ്പൊ നമ്മൾ കാലത്ത് നേരത്തെ എണീറ്റിട്ട് വേഗം വന്നിട്ട് കാലത്ത് തന്നെ ഉണ്ടാ. ആദ്യം വെയിലൊന്നും വന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്കിവിടെ വേറൊരു ആനയുണ്ട് കേട്ടോ. നമുക്ക് ആ ആന ഏതാണെന്ന് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. പോലെ അടുത്തതായി പറയാൻ പോകുന്നത് ഗുരുവായൂർ സിദ്ധാർത്ഥൻ ആനയാണ്. നാടൻ ആനേൻ്റെ അഴകും ചന്തവും കൊണ്ട് ആന മതപ്പാടിലാണ്. അതുകൊണ്ട് പാപ്പന്മാരെ അടുത്തു വിടില്ല. ഇനി അടുത്തത് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ റോക്കി ബായിക്കാണ്. ഗുരുവായൂരപ്പൻ്റെ വജ്രായുധം എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ. അവിടെ ബൈച്ചു ചേട്ടനെല്ലാം ഫുഡ് കൊടുക്കുന്ന പരിപാടിയിലാണ്. ആന ഒറ്റക്കൊമ്പനാണ് ആന. റോക്കി ബായ് ഒറ്റ കൊമ്പേ ഉള്ളൂ കേട്ടോ എനിക്ക്. പക്ഷെ ഭയങ്കര ഫാൻസ് ഒക്കെ ഉള്ള ഒരു ആനയാണ് കേട്ടോ. ഇപ്പൊ എൻ്റെ അനിയൻ പറഞ്ഞ ആളുടെ ഭയങ്കര ഒരു ഫാനാണ്. ആ പാപ്പാന്റെ പേരെന്നിട്ടാ പറഞ്ഞേ? ബൈജു ചേട്ടൻ. ബൈജു ചേട്ടൻ. ബൈജു ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലൊക്കെ കുറെ മോതിരമായിട്ടുള്ള ഒരു ചേട്ടൻ എന്നാണ് ഞാൻ പറയാറ്. ഇവിടെയാണ് ആ ബോർഡ് വെച്ചിട്ടുള്ളത് കണ്ടോ. ഗുരുവായൂരപ്പൻ്റെ വജ്രായുധം എന്ന് പറഞ്ഞുകൊണ്ടാ. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്താണ്. ഇനി നമ്മൾ കാണാൻ പോണ ആന ദേവദാസാണ്. ആന ഇപ്പോൾ മതപ്പാടിലാണ്. അതുകൊണ്ട് അങ്ങോട്ട് കടത്തി വിടില്ല. ബോർഡൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അവർ. അതുകൊണ്ട് അങ്ങ് കടത്തി വിടാൻ പറ്റില്ല എന്നാണ്. ഇത് നമ്മൾ കാണാൻ പോണ ഒരു ആന ബാലു ആനയാണ്. ഇത്തിരി എനർജറ്റിക് ആയിട്ടുള്ള ഒരു ആനയാണ് ബാലു. ഇപ്പൊ നടന്നു വരുന്ന ആനയാണ് ഗോപി കണ്ണൻ ആന. പട്ടയൊക്കെ എടുക്കാൻ പോകണ ആന. ഗോപി കണ്ണൻ. ഇത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു ആന ബലറാം ആനയാണ്. അപ്പുറത്ത് നമ്മുടെ ഗുരുവായൂർ ബാലകൃഷ്ണൻ ആന നിൽക്കുന്നുണ്ട്. ഒന്നാമൻ അവിടെ തറ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ ബാലകൃഷ്ണൻ ആന. ആന മോഴ ആനയാണ്. ആനയ്ക്ക് കൊണ്ട ചെറിയ കൊമ്പ്, ഒരു കൊമ്പ്, ചെറിയ കുഞ്ഞു കൊമ്പ് കേട്ടോ. മോഴയാനയാണെന്ന് കേട്ടോ ആള് പറയണത്. അപ്പൊ നമ്മൾ ഇവിടുത്തെ 2 ആന കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. ഇനി ഇവിടെ നോക്കുന്ന സമയത്ത് ഇതേണ്ടേ ഒരു ആനേനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. നമ്മൾ ആ ആനയുടെ ഡീറ്റെയിൽസ് ആണ് പറയാൻ വേണ്ടി പോകുന്നത്. ആ ആന ഏതാടോ നീ? നവനീത് കൃഷ്ണ. നവനീത് കൃഷ്ണ. അപ്പൊ നവനീത് കൃഷ്ണ എന്നാണ് ഈ ആനയുടെ പേര് കേട്ടാ. ഏണ്ടേ പാപ്പന്മാര് കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടാ മൂപ്പര് ഇത് അടിപൊളിയായിട്ട് കുളിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. കിടന്നിട്ട് തുറന്ന് കിടക്കണ് കണ്ടാ. ഈ പാപ്പാന്റെ പേരൊന്നും അറിയില്ല. എനിക്കറിയോ പാപ്പാന്റെ പേര്?
പാപ്പാൻ്റെ പേര് അറിയില്ലടാ, ആനയുടെ പേരൊക്കെ വേണമെങ്കിൽ അവൻ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അടുത്തേക്ക് പോവാം, സമയങ്ങളായിട്ട് പോരടാ. കമോൺ കമോൺ വാ. നമ്മൾ പട്ട താങ്ങിയിട്ട് വരുന്ന ആനൻ്റെ പേരാണ് DD, ഗുരുവായൂർ ദാമോദർ ദാസ്. ആന ഇത്തിരി പെശകാണ്. ഡേഞ്ചറസ് ആണ്. ഇപ്പോൾ നടന്നു വരുന്ന ആന ഒരു പിടിയാനയാണ്. ലക്ഷ്മി എന്നാണ് ആനൻ്റെ പേര്. ഇതാണ് പിടിയാന രശ്മി. ഇനി വരുന്ന ആനയാണ് രശ്മി ആന കേട്ടോ. ഇതാണ്ട് പിടിയാനയാണ് എൻ്റെ പാപ്പ. ഇതേപ്പോ 2 ആനകള് മോർണിംഗ് വാക്കിന് പോയിട്ട് വരുന്നോണ്ടിരിക്കുന്നത് കേട്ടാ. ഫസ്റ്റത്തെ ആന ഏതാ ഉണ്ണി? ഗോപിക്കണ്ണൻ. ഗോപിക്കണ്ണൻ എന്നാണ് ആദ്യത്തെ ആന. ബാക്കില് ഗുരുവായൂർ ദാമോദർ ദാസ്. ഗുരുവായൂർ ദാമോദർ ദാസ് കേട്ടാ. ഇത് പറയാൻ അറിയില്ല, കാരണം ഇത് കറക്റ്റ് ആന അറിയില്ല. ഇതിന്റെ ആന പോകും കമ്മ്യൂണിറ്റി അങ്ങനെ ടൈപ്പ് ഉണ്ട്. എന്താ അടുത്തൊരു ആന ഇതുണ്ട്. എനിക്ക് ആന അടുത്തൂടെ പോകുമ്പോ പേടിയൊക്കെ ഉണ്ട് കേട്ടാ. ഇഷ്ടം തന്നെയാണ്, ഇത് പേടിയാണ്. ഒരു കൈകാലൊക്കെ ഇറക്കണ്ട കേട്ടോ. അതേ ആന പോയിട്ടാ. ഇതാണ് അടുത്ത് നമ്മൾ കാണാൻ പോണ ആന ഗോപികൃഷ്ണൻ ആന. ഗോപികൃഷ്ണൻ എന്നുള്ള ആന കേട്ടോ. വലിയ കൊമ്പൊക്കെ ഉണ്ട് കേട്ടോ. വാഴപ്പിണ്ടിയാണ് കാലത്ത് തന്നെ ഇരിക്കുന്നത്. ആണാന. വെരി ഡേഞ്ചറസ് ആണ്. ആന തന്നെ വേസ്റ്റ് എല്ലാം എടുത്തുകൊണ്ട് പൊട്ടിക്കുന്നു. ആനയുടെ പേരെടുത്ത അക്ഷയ് കൃഷ്ണ. അക്ഷയ് കൃഷ്ണ. ഇവിടേക്കൊന്നും നമുക്ക് പ്രവേശനം ഇല്ല കേട്ടോ. ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള ആനകൾ ഇതിൻ്റെ ഉള്ളിലാണ്. ഗുരുവായൂർ ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള ആനകൾ ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകണം. ഇപ്പോൾ നോ എൻട്രി ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കിഴക്കാൻ പറ്റില്ല. നമ്മൾ കുറച്ചധികം ആനകളെ 10-20 ആനകളെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള നോ എൻട്രി ബോർഡ് അവിടെയാണ്. അവിടെ കുറേ ആനകൾ ഇത്തിരി ഡേഞ്ചറസ് ആയിട്ടുള്ള ആനകളെയാണ് അവിടെ തളച്ചിട്ടിരിക്കുന്നത് കേട്ടോ. പക്ഷെ അവിടേക്കൊന്നും നമ്മളെ കടത്തി വിടില്ല. അപ്പോൾ അതാണ് ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കാണിച്ചു തന്നത്. സൂം ചെയ്യാനൊന്നും പറ്റില്ല, ദൂരത്തൊക്കെയാണ് ആന വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ണിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നമ്മളിപ്പോൾ കുറേ ആനകളൊക്കെ ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ അതിൽ നമുക്ക് എനിക്ക് എന്തായാലും ഓർമ്മയില്ല, 1-2 ആനകളെ ഓർമ്മയുള്ളൂ. അപ്പം എനിക്ക് അതിൻ്റെ പേരുകളൊക്കെ ഓർമ്മയുണ്ടോ? ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? ശ്രീധരൻ ആനെ കണ്ടിട്ടുണ്ടായിരുന്നു, റോക്കിനെ കണ്ടിട്ടുണ്ടായിരുന്നു, രാധാകൃഷ്ണൻ ആനെ കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ നന്ദനെ കണ്ടിട്ടുണ്ടായിരുന്നു, സിദ്ധാർത്ഥൻ ആനെ കണ്ടിട്ടുണ്ടായിരുന്നു, ബാലുവിനെ കണ്ടിട്ടുണ്ടായിരുന്നു, ദേവദാസിനെ കണ്ടിട്ടുണ്ടായിരുന്നു, ബാലകൃഷ്ണനെ കണ്ടിട്ടുണ്ടായിരുന്നു, ബലറാമിനെ കണ്ടിട്ടുണ്ടായിരുന്നു, നവനീതി കൃഷ്ണനെ കണ്ടിട്ടുണ്ടായിരുന്നു, ഗോപികൃഷ്ണനും പിന്നെ ദാമോദരദാസും പിന്നെ ലക്ഷ്മിയും പിന്നെ നോയൻട്രിൻ്റെ അവിടെ അക്ഷയ് കൃഷ്ണനുണ്ട്, പീതാംബരനുണ്ട്. അവിടെ കുറേ ആനകളുണ്ട്, പക്ഷെ അവിടേക്ക് കടത്തി വിടില്ല.
എൻ്റെ പൊന്നോ നീ ഞെട്ടിച്ചൂട്ടാ. തെറ്റ് മോനെ, നിനക്ക് ഇത്രയും മെമ്മറി ഉണ്ടാകണമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടാ. അടിപൊളിട്ടാ. ബാക്കിയുള്ള ആനകളിലെയും കൂടി നോക്കാട്ടാ. ഇവിടെ കുറച്ച് ആനകളും കൂടി ഉണ്ട്. അപ്പോൾ ആനകളുടെയും കൂടി കണ്ടിട്ട് അതിൻ്റെ പേരും കൂടി മുന്നെടുത്ത് തന്നെ ചോദിക്കട്ടാ, എനിക്ക് അറിയില്ല. ഇനി നമ്മൾ കാണാൻ പോണ ആന എന്ന് പറയുന്നത് ദേവിയും ഗോപികണ്ണനും. ഗോപികണ്ണൻ ഇതാണ് ദേവി, പിടിയാനയാണ്. തൊട്ടപ്പുറത്ത് ആ ആനയുടെ പേര് ഗോപികണ്ണൻ. ഗോപികണ്ണനാണ് അപ്പുറത്തേക്ക് കേട്ടാ. ഇത് ദേവി എന്ന് പറയുന്ന ആനയാണ്. എന്തോ കഴിച്ചുകൊണ്ടിരിക്കുക വിശന്നിട്ട്. പിടിയാനയാണേ. ഇതാണ് നമ്മുടെ ഗോപികണ്ണൻ ആന കേട്ടോ. എല്ലാവരും കാലത്ത് തന്നെ നല്ല ഫുഡിങ്ങിലാണ് കേട്ടോ. അപ്പൊ ദേവി ഗോപികണ്ണൻ രണ്ട് ആനയെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ട് ബാക്കിൽ തന്നെ ഒരു ആന നിൽക്കുന്നു കേട്ടോ. ഒരു സുന്ദരക്കുട്ടപ്പൻ. അതിന്റെ പേരെന്നിട്ടാ? ശ്രീധരൻ. ശ്രീധരൻ എന്ന് പറയുന്ന ആന കേട്ടോ. അത് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പട്ടയെടുത്ത് പോയ ആനയാണ് കേട്ടോ. അപ്പൊ ഞാൻ അടുത്ത് കിട്ടുന്നൂടി കാണിച്ചു തരാം. കൊമ്പൊക്കെ നല്ല പൊളിയായിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ശ്രീധരൻ കഴിഞ്ഞിട്ടുള്ള ആനയുടെ ബാക്ക് ഇപ്പുറ സൈഡ് നോക്കിയാൽ നന്ദിനി എന്ന് പറയുന്ന ഒരു ആന നിൽക്കുന്നുണ്ട്. ഈ സൈഡിൽ 2-3 പിടിയാനയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ആളൊക്കെ പൊളിച്ച് സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അടുത്ത് പോയിട്ട് വീഡിയോ ഒന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ ഗുരുവായൂർ വന്നിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ടായിരുന്നു കേട്ടോ. അതായത് ഗുരുവായൂർ ആനക്കോട്ട എന്നുള്ളത് ആദ്യം ഉണ്ടായിരുന്നത് പുന്നത്തൂർ കോട്ട എന്നാണ് ആദ്യം ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പുന്നത്തൂർ മഹാരാജാവിൻ്റെ കയ്യിൽ നിന്ന് ഗുരുവായൂർ ടെമ്പിൾ കമ്മിറ്റിയാണ് ഈ കോട്ട വാങ്ങിച്ച് ഗുരുവായൂർ ആനക്കോട്ട എന്നാക്കിയത് കേട്ടോ. അതൊരു 1975 ആ പേര് വന്നത്. അപ്പോൾ ഏകദേശം ആ ടൈമിലൊക്കെ ഒരുപാട് ആനകൾ, 100 കണക്കിന് ആനകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വളരെ കുറവ് ആനകളാണ് ഇപ്പോൾ ഈ ഭാഗത്തുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ പല ആനകളും ഡേഞ്ചറസ് ആനയായിട്ട് കുറച്ച് ഭാഗങ്ങളിൽ മാറ്റിയിട്ടുണ്ട്. ഈ ഏരിയയിൽ തന്നെ ഒരു 10 ഏക്കറിന് മേലെയുള്ള സ്ഥലമാണ് ഇവിടെ കേട്ടോ. നമുക്ക് കാണാൻ പറ്റുന്ന ഈ കുറച്ച് ആനകളെയാണ്, 10, 25, 30 ആനകളിൽ മാത്രമാണ് നമുക്കിവിടെ പെർമിറ്റ് ചെയ്യുന്നുള്ളൂ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, ഇനി കുറച്ചുകൂടി അവിടെ ആനകളുണ്ട്. പക്ഷേ നമ്മൾ ലാസ്റ്റ് കണ്ടില്ലേ ആ ആനയുടെ പേരായിരുന്നു പെണ്ണിൻ്റെ? അവിടെ ഒരു 2-3 പെണ്ണുകൾ കണ്ടില്ലേ, പെണ്ണാന? ദേവിയും. നന്ദിനി ദേവി എന്ന് പറഞ്ഞ ആനകളെ കാണിച്ചിട്ടുണ്ട്. അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് കുറച്ച് ആനകൾ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവിടെയൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഒരു റോപ്പ് കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി മതപ്പാടിലാവാം മേ ബി. ഈ നന്ദിനി എന്ന് പറയുന്ന നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള 2 പിടിയാനകളുടെ ഓപ്പോസിറ്റ് ഒക്കെ ഉണ്ട്. അവിടെ കുറേ ആനകളുണ്ട്. പക്ഷെ അവിടേക്ക് പെർമിറ്റഡ് അല്ല. അവിടുത്തെ ആനകളുടെ പേര് ഞാൻ ചോദിക്കാട്ടെ. ഞങ്ങൾ വഴി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തോടെ റിവേഴ്സ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ കണ്ടില്ല. ആനയുടെ പേര് എന്നിട്ട് ഉണ്ണി? ഇന്ദ്രസനും വലിയ വിഷ്ണു, ഗജേന്ദ്ര. ഇന്ദ്രസൻ, വലിയ വിഷ്ണു, ഗജേന്ദ്ര എന്ന് പറയുന്ന ആനകളൊക്കെ ആ ഭാഗത്താണ് വരുന്നത് കേട്ടോ. കണ്ടോ, ഇവിടെ നല്ല ബഹളമാണ് കേട്ടോ. ഒരുപാട് പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്നുകൊണ്ട് ഭയങ്കര ബഹളമാണ്. നമ്മൾ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല സമാധാനത്തിൽ വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് നേരത്തെ വന്നത്. ഇവിടെ മൊത്തം ബഹളമാണ് കേട്ടോ. തമിഴ്നാട്ടിൽ നിന്ന് ഹിന്ദിക്കാർ അങ്ങനെ ഒരുപാട് ടീം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന സമയത്തൊക്കെ അവരൊക്കെ ഒച്ചയും പാടൊക്കെയാണ്. കാരണം അവർ ഇത്രയൊക്കെ ആനകൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് അവർ ഭയങ്കര ഹാപ്പിയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പോയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ. വൈബാണ്. പിന്നെ നമ്മൾ ഒരു റൗണ്ട് കഴിഞ്ഞ് വന്നു കേട്ടോ. ഇനി ഇത് ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട്. അവിടെ ഇതിൻ്റെ ഉള്ളിൽ ഒരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയാണ് ആനകളെയൊക്കെ കുളിപ്പിക്കുന്നത്. ഇന്നാളൊരു ആന അടഞ്ഞപ്പോൾ, ഇന്നാളല്ല കഴിഞ്ഞ വർഷമൊക്കെ ഒരു ആന അടഞ്ഞ സമയത്ത് ഇതിൻ്റെ ഉള്ളിലാണ് ഈ ആന പോയിരുന്നത് കേട്ടോ. ചൂടുണ്ടാകാം. അപ്പോൾ നമ്മൾ ഒന്നല്ല 2-3 തവണയൊക്കെ റൗണ്ട് ചെയ്ത് അപ്പോൾ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ ഇവൻ ഇത്രയും പേരുകളൊക്കെ അവന് അറിയാൻ പറ്റുമെന്ന്. കാരണം അപ്പം ഞെട്ടിച്ചിരിക്കുകയാണ് എന്നെ. എടാ മോനെ, നീ ലെവല് മാറി. അപ്പോൾ
ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ കുറേ നാളായി ഒരു വ്ളോഗ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നത്, പക്ഷെ എനിക്ക് അങ്ങോട്ട് സമയം അങ്ങോട്ട് സെറ്റ് ആവണില്ല. അപ്പോൾ പിള്ളേരും പറയാറുണ്ട് ഇടയ്ക്ക് ഒരു വ്ളോഗൊക്കെ ചെയ്ത് നന്നായിരിക്കും എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അങ്ങനെയാണ് നോക്കിയപ്പോഴാണ് ഉണ്ണി പറയണത് നമുക്കിന്ന് ഗുരുവായൂർ പോയിട്ട് ആനകളുടെ പേരൊക്കെ പറയാം, ഇപ്പം അടുത്തൊന്നും യൂട്യൂബിലൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയണം. അങ്ങനെയാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഓരോ ആനയുടെ പേര് ഇപ്പം എങ്ങനെ പറഞ്ഞെന്ന് എനിക്കൊന്നും ഐഡിയ ഇല്ല. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ മസ്റ്റായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. അതുവരെ ബൈ.